നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ പുത്രനെ, ജ്ഞാനോദയവും സാധുജന പരിപാലന ദീക്ഷയും കൈവന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ല, അക്കാര്യം അറിയിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞങ്ങൾ ആ മൊബൈൽ റെസ്റ്റോറന്റ് ഏറ്റെടുത്ത് നടത്താൻ പോവാണ്. ബെസ്റ്റ്. ചായക്കടക്കാരിയുടെ മകൾ ഒടുവിൽ ഭർത്താവിനെയും അവിടെ തന്നെ എത്തിച്ചു. നിനക്ക് നാണമില്ലടാ, നാട്ടുകാരുടെ എച്ചിലെല്ലാം എടുക്കാനും ചായ ഗ്ലാസ് കഴുകാനും. എനിക്കതൊരു മോശം ജോലിയായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. പിന്നെ മില്ലിലെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കില്ലായിരുന്നല്ലോ. ഓ, അപ്പോ നീ അത് അറിഞ്ഞു അല്ലേ? അതേടാ, നിന്റെ മില്ലിലെ ജോലി കഴിഞ്ഞത് ഞാൻ തന്നെയാണ്. സത്യഭാമയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന എന്ത് നീ ചെയ്താലും ഞാനത് തടയും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഈ സത്യഭാമ. ഭാമേ, അപ്പൊ നീയാണോ പത്രോടെ മില്ലിൽ ഇവന് ജോലി കളഞ്ഞത്? ഭാമേ, നിന്റെ ഉള്ളിലുള്ള ശകല മനുഷ്യാംശം കൂടി പോയതേ ഞാൻ അറിഞ്ഞില്ലല്ലോ. സാരമില്ല അച്ഛാ, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയ ആര് വിചാരിച്ചാലൊന്ന് പറഞ്ഞു വിടാനാവില്ലല്ലോ. ആ അഹങ്കാരം വിളംബരം ചെയ്യാനാവും ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അല്ല, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം അറിയിക്കാനാ. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം, സാന്നിധ്യം. നാളെ അമ്മ ഒന്ന് വിളക്ക് കൊടുത്തി റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യണമെന്നാ എന്റെ ശാലിനിയുടെ ആഗ്രഹം. ശാലിനിയുടെ ആഗ്രഹം എന്ന് പറയൂ വിഷ്ണുവേട്ടാ. മാമാൻഡി വന്ന് തട്ടുകട ഉദ്ഘാടനം ചെയ്താലല്ലേ ശാരദാമ്മയുടെ നിലവാരത്തിലേക്ക് താഴാൻ പറ്റൂ. അച്ഛാ, അച്ഛന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും മോനെ. ഓ, നീ എന്ത് ജോലി ചെയ്താലും അച്ഛൻ അഭിമാനോ. അമ്മേ, ഭാമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.